നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2024 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നമ്മുടെ സ്വന്തം കേരളമാണ് 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2024 ജനുവരി മുതൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനമാണ് കേരളം. 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ കേരളമാണ് 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ സ്വന്തം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമാണ്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ സ്വന്തം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം. രാജ്യത്തെ ആദ്യ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമായി കേരളം. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ആദ്യത്തെ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അതും കേരളമാണ്. 2024-2025 വർഷത്തേനാണ് ആദ്യത്തെ പരിസ്ഥിതി ബഡ്ജറ്റ് കേരളം അവതരിപ്പിച്ചത്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുന്ന എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബഡ്ജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കേരളമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. രാജ്യത്ത് ആദ്യത്തെ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. 2024-2025 വർഷത്തേക്കാണ് കേരളത്തിലെ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനവും ബഡ്ജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബഡ്ജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത്.
2024 ഫെബ്രുവരിയിൽ ഉപദ്രവകാരികളായ ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പ് ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ആരെയാണ് ഉപദ്രവകാരികളായ ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇതിൽ ഒരുപാട് പോയിന്റുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. 2024 ഫെബ്രുവരിയിൽ ഉപദ്രവകാരികളായ ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ എത്രാം വകുപ്പാണ് ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്? 62-ാം വകുപ്പ്. വേണമെങ്കിൽ PSC ഇങ്ങനെയും ചോദിക്കാം, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ എത്രാം വകുപ്പിലാണ് ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ PSC ചോദിക്കാം. അപ്പോൾ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിരുത്തി പഠിക്കുക. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഉപദ്രവകാരികളായ ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റുകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റുകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ സ്വന്തം കേരളമാണ്. അപ്പോൾ എന്താണ്? തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റുകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. VT ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ സ്മാരകം നിലവിൽ വന്നത്. അപ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല ഏതാണ്? പാലക്കാട്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. രാജ്യത്തെ ആദ്യ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമായി കേരളം. രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ആദ്യത്തെ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? കേരളം. അപ്പോൾ ഏത് വർഷത്തേനാണ്? 2024 2025 വർഷത്തേക്ക് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബഡ്ജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ ഉപദ്രവകാരികളായ ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റുകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അതും കേരളമാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല പാലക്കാട്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല വയനാട്. ഒരു തവണ കൂടി. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട്.
ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയും വയനാടാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അതും നമ്മുടെ സ്വന്തം വയനാടാണ്. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദിയാണ് കാസർഗോഡ്. അപ്പോൾ 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കാസർഗോഡാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കാസർഗോഡാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡ്. ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ്? അതും നമ്മുടെ സ്വന്തം കാസർഗോഡാണ്. അപ്പോൾ ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ് ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡാണ്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണപ്പകിട്ട് 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണപ്പകിട്ട് 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല തൃശ്ശൂരാണ്. അപ്പോൾ വർണ്ണപ്പകിട്ട് 2024 എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ കലോത്സവമാണ്. ആരാണ് നടപ്പിലാക്കുന്നത്? സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണപ്പകിട്ട് 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണപ്പകിട്ട് 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി രൂപീകരിച്ച കേരളത്തിലെ അല്ലെങ്കിൽ തന്നെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയും വയനാടാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? കാസർഗോഡ്. ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ് ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ളത്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണപ്പകിട്ട് 2024 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് വർണ്ണപ്പകിട്ട് 2024 നടക്കുന്നത്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ടും കൊച്ചിയാണ്. അപ്പോൾ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചാണ് കാപ്പാട് ബീച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഇത്. പല പരീക്ഷകൾക്കും ബ്ലൂ ഫ്ലാഗിൻ്റെ കാര്യം PSC എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഏതാണ്?
ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഏത് ബീച്ചിനാണ് ലഭിച്ചത്? കാപ്പാട് ബീച്ചിന്. അപ്പോൾ ഏത് ബീച്ചിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്? കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചിൻ്റെ പ്രത്യേകത എന്താണ്? അത് തന്നെ, വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയ ബീച്ചാണ് കാപ്പാട് ബീച്ച്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ച് ഏതാണ്? കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ച്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ പാർക്ക്, കോഴിക്കോട്. അപ്പോൾ മാനാഞ്ചിറ പാർക്ക് എവിടെയാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ പാർക്കാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ പാർക്ക്, കോഴിക്കോട്. മാനാഞ്ചിറ പാർക്ക് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് പാപനാശം ബീച്ച്, വർക്കല. പാപനാശം ബീച്ച് എവിടെയാണ്? വർക്കലയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് ഏതാണ്? പാപനാശം ബീച്ച്. പാപനാശം ബീച്ച് എവിടെയാണ്? വർക്കലയാണ്. വർക്കല ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി പാപനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 ഫെബ്രുവരിയിൽ കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യത്തെ കൂൺ ഗ്രാം പദ്ധതി നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്താണ് നന്ദിയോട്, തിരുവനന്തപുരം ജില്ല. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതി നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നന്ദിയോട്. നന്ദിയോട് ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യത്തെ അല്ലെങ്കിൽ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതി നിലവിൽ വന്നത്. ഈ നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതി നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്താണ് നന്ദിയോട്, തിരുവനന്തപുരം. ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നാണ് കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നാണ് കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതി നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നന്ദിയോട്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്, കണ്ണൂര്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്, കണ്ണൂര്. തളിപ്പറമ്പ്, കണ്ണൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. തളിപ്പറമ്പ്. തളിപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് തളിപ്പറമ്പ്. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം എവിടെയാണ്? കരിക്കകം, തിരുവനന്തപുരം. കരിക്കകം, തിരുവനന്തപുരം. 5 മീറ്റർ വരെ ഉയർത്താവുന്ന പാലം പാർവതി പുത്തനാറിന് കുറുകെയാണ്. PSC വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം ഏത് പുഴയ്ക്ക് അല്ലെങ്കിൽ ഏത് ആറിന് കുറുകെയാണ്? പാർവതി പുത്തനാറ്. എത്ര മീറ്റർ വരെ ഉയർത്താം? 5 മീറ്റർ വരെ ഉയർത്താവുന്ന പാലമാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? കരിക്കകം, തിരുവനന്തപുരം. കരിക്കകം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെയാണ് കരിക്കകം. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വന്നത് കരിക്കകത്താണ്. 5 മീറ്റർ വരെ ഉയർത്താവുന്ന പാലം പാർവതി പുത്തനാറിന് കുറുകെയാണ്. നമുക്ക് സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചിയാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളവും കൊച്ചിയാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ച് ഏതാണ്? കാപ്പാട് ബീച്ച്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ പാർക്ക്, കോഴിക്കോട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കലയിലെ
പാപനാശനം ബീച്ച്. 2024 ഫെബ്രുവരിയിൽ കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതി നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്താണ് നന്ദിയോട് ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നാണ് കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്, കണ്ണൂർ ജില്ല. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വന്നത് കരിക്കകം, തിരുവനന്തപുരത്താണ്. 5 മീറ്റർ വരെ ഉയർത്താവുന്ന പാലം പാർവതി പുത്തനാറിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? MG സർവകലാശാല അല്ലെങ്കിൽ മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? അതിരമ്പുഴ. PSC മുൻപ് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? MG സർവകലാശാല അല്ലെങ്കിൽ മഹാത്മാഗാന്ധി സർവകലാശാല. മഹാത്മാഗാന്ധി സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല. MG സർവകലാശാല. MG സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല. ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാല. അപ്പോൾ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിക്കപ്പെട്ടത്. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്നാണ്? ഫെബ്രുവരിയിൽ. 2023 വാർഷിക റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 9ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. അപ്പോൾ 2023 വാർഷിക റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 9ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷൻ ഏതാണ്? കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, മലപ്പുറം ജില്ല. കുറ്റിപ്പുറം മലപ്പുറം ജില്ലയിലാണ്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് 2023 വാർഷിക റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 9ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത്. ചെടിയിൽ നിന്ന് പുതുമണ്ണിൻ്റെ മണമുള്ള അത്തർ വികസിപ്പിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് പാലോട് ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ചെടിയിൽ നിന്ന് പുതുമണ്ണിൻ്റെ മണമുള്ള അത്തർ വികസിപ്പിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം ഏതാണ്? പാലോടുള്ള ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലോട്. പാലോട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. ഇവ രണ്ടും PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പാലോടാണ്. പാലോട് തിരുവനന്തപുരം ജില്ലയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ചെടിയിൽ നിന്ന് പുതുമണ്ണിൻ്റെ മണമുള്ള അത്തർ വികസിപ്പിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് പാലോട് ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല അല്ലെങ്കിൽ മഹാത്മാഗാന്ധി സർവകലാശാല. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴയാണ്, കോട്ടയം ജില്ലയാണ്. ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിക്കപ്പെട്ടത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. 2023 വാർഷിക റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 9ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, മലപ്പുറം ജില്ല. ചെടിയിൽ നിന്ന് പുതുമണ്ണിൻ്റെ മണമുള്ള അത്തർ വികസിപ്പിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് പാലോട് ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ. ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. കുടുംബശ്രീയുടെ
ആദ്യ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അങ്കമാലി. അങ്കമാലിയിലാണ് കുടുംബശ്രീയുടെ ആദ്യത്തെ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത്. അങ്കമാലിയിലാണ് കുടുംബശ്രീയുടെ ആദ്യത്തെ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള 2022-2023 മഹാത്മാ പുരസ്കാരം പങ്കിട്ട ഗ്രാമപഞ്ചായത്തുകളാണ് വെള്ളറട, തിരുവനന്തപുരം, എടപ്പാൾ, മലപ്പുറം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള 2022-2023 മഹാത്മാ പുരസ്കാരം പങ്കിട്ട ഗ്രാമപഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? വെള്ളറട, തിരുവനന്തപുരം ജില്ല, എടപ്പാൾ, മലപ്പുറം. അപ്പോൾ മഹാത്മാ പുരസ്കാരം എന്തിനാണ് കൊടുക്കുന്നത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള 2022-2023 മഹാത്മാ പുരസ്കാരം പങ്കിട്ട ഗ്രാമപഞ്ചായത്തുകളാണ് വെള്ളറട, തിരുവനന്തപുരവും, എടപ്പാൾ, മലപ്പുറവും. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള, തിരുവനന്തപുരം. അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? പെരുങ്കടവിള ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പെരുങ്കടവിള. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. കുടുംബശ്രീയുടെ ആദ്യത്തെ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അങ്കമാലിയിലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള 2022-2023 മഹാത്മാ പുരസ്കാരം പങ്കിട്ട ഗ്രാമപഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? വെള്ളറട, തിരുവനന്തപുരം, എടപ്പാൾ, മലപ്പുറം. അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? പെരുങ്കടവിള, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. കണ്ണു നീക്കം ചെയ്യാതെ കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സാ രീതിയായ ഓക്യുലാർ പ്ലാക്ക് ബ്രാക്കി തെറാപ്പി നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. അപ്പോൾ കണ്ണു നീക്കം ചെയ്യാതെ കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സാ രീതിയായ ഓക്യുലാർ പ്ലാക്ക് ബ്രാക്കി തെറാപ്പി ചികിത്സ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി ഏതാണ്? മലബാർ ക്യാൻസർ സെൻറ്ററിലാണ് കണ്ണു നീക്കം ചെയ്യാതെ കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സാ രീതി ഏതാണ്? ഓക്യുലാർ പ്ലാക്ക് ബ്രാക്കി തെറാപ്പി ചികിത്സ. കേരളത്തിലെ ആശുപത്രി ഈ ചികിത്സ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി ഏതാണ്? മലബാർ ക്യാൻസർ സെൻറ്ററിലാണ് ഓക്യുലാർ പ്ലാക്ക് ബ്രാക്കി തെറാപ്പി ചികിത്സ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി. അപ്പോൾ കണ്ണു നീക്കം ചെയ്യാതെ കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സാ രീതിയായ ഓക്യുലാർ പ്ലാക്ക് ബ്രാക്കി തെറാപ്പി ചികിത്സ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്? പത്തനംതിട്ട ജില്ലാ കോടതി. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ജസ്റ്റിസ്
ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്? പത്തനംതിട്ട ജില്ലാ കോടതി. പത്തനംതിട്ട ജില്ലാ കോടതിയുടെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്. ഗോപി നാരായണൻ രചിച്ച ONVയെ പറ്റിയുള്ള പുസ്തകമാണ് കാവ്യസൂര്യൻ്റെ യാത്ര. അപ്പോൾ ഗോപി നാരായണൻ രചിച്ച ONVയെ പറ്റിയുള്ള പുസ്തകം ഏതാണ്? കാവ്യസൂര്യൻ്റെ യാത്ര. കാവ്യസൂര്യൻ്റെ യാത്ര ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? ONV കുറുപ്പിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ആരാണ് കാവ്യസൂര്യൻ്റെ യാത്ര എന്നുള്ള പുസ്തകം എഴുതിയത്? ഗോപി നാരായണൻ. അപ്പോൾ ഗോപി നാരായണൻ രചിച്ച ONVയെ പറ്റിയുള്ള പുസ്തകമാണ് കാവ്യസൂര്യൻ്റെ യാത്ര. കാവ്യസൂര്യൻ്റെ യാത്ര. കാവ്യസൂര്യൻ്റെ യാത്ര ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? ONV കുറുപ്പിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ONV കുറുപ്പിനെ കുറിച്ചുള്ള പുസ്തകം രചിച്ചത് ആരാണ്? ഗോപി നാരായണൻ. ഗോപി നാരായണൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച നോവലാണ് ഗുരുവിൻ്റെ വഴിയിൽ. ഗുരുവിൻ്റെ വഴിയിൽ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ആര് രചിച്ച പുസ്തകമാണ് ഗുരുവിൻ്റെ വഴിയിൽ? ഡോക്ടർ ഓമന ഗംഗാധരൻ. ഡോക്ടർ ഓമന ഗംഗാധരൻ. ഗുരുവിൻ്റെ വഴിയിൽ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച പുസ്തകമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച പുസ്തകമാണ് ഗുരുവിൻ്റെ വഴിയിൽ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച നോവലാണ് ഗുരുവിൻ്റെ വഴിയിൽ. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. കണ്ണു നീക്കം ചെയ്യാതെ കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സാ രീതിയായ ഓക്യുലാർ ബ്രാക്കി തെറാപ്പി ചികിത്സ കേരളത്തിലെ ഏത് ആശുപത്രിയിലാണ്? മലബാർ ക്യാൻസർ സെൻ്ററിൽ. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്? പത്തനംതിട്ട ജില്ലാ കോടതി. ഗോപി നാരായണൻ രചിച്ച ONVയെ പറ്റിയുള്ള പുസ്തകം ഏതാണ്? കാവ്യസൂര്യൻ്റെ യാത്ര. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച നോവൽ ഏതാണ്? ഗുരുവിൻ്റെ വഴിയിൽ. ഗുരുവിൻ്റെ വഴിയിൽ. കാലപാശം ഒരു നോവൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രഭാവർമ്മ. പ്രഭാവർമ്മ രചിച്ച പുസ്തകമാണ് കാലപാശം ഒരു നോവൽ. കാലപാശം ഒരു നോവൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രഭാവർമ്മയാണ് കാലപാശം ഒരു നോവൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും രചയിതാവ് കൽപ്പറ്റ നാരായണൻ. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും രചയിതാവ് ആരാണ്? കൽപ്പറ്റ നാരായണൻ. കൽപ്പറ്റ നാരായണൻ്റെ രചനയാണ് എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും. ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് രചയിതാവ് ആരാണ്? PS ശ്രീധരൻ പിള്ള. PS ശ്രീധരൻ പിള്ളയുടെ പുസ്തകമാണ് ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക്. ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് രചിച്ചതാരാണ്? PS ശ്രീധരൻ പിള്ള. സാഹിത്യകാരി സാറാ ജോസഫിൻ്റെ ഏറ്റവും വലിയ പുസ്തകമാണ് ലില്യപ്പ. ലില്യപ്പ. അപ്പോൾ സാഹിത്യകാരി സാറാ ജോസഫിൻ്റെ ഏറ്റവും വലിയ പുസ്തകം ഏതാണ്? ലില്യപ്പ. ലില്യപ്പ രചിച്ചതാരാണ്? സാഹിത്യകാരി സാറാ ജോസഫ്. ഈ സാറാ ജോസഫൊക്കെ PSCക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. മനസ്സിരുത്തി പഠിച്ചോളുക. അപ്പോൾ സാഹിത്യകാരി സാറാ ജോസഫിൻ്റെ ഏറ്റവും വലിയ പുസ്തകം ഏതാണ്? ലില്യപ്പ. ലില്യപ്പയാണ് സാഹിത്യകാരി സാറാ ജോസഫിൻ്റെ ഏറ്റവും വലിയ പുസ്തകം. നിലവിൽ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. വി ഹരിനായരാണ് നിലവിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പോൾ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. വി ഹരിനായരാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വിശ്വാസ് മേത്ത വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഹരിനായർ നിയമിക്കപ്പെടുന്നത്. അപ്പോൾ ആര് വിരമിച്ച ഒഴിവിലേക്കാണ് ഹരിനായർ നിയമിക്കപ്പെടുന്നത്? വിശ്വാസ് മേത്ത. വിശ്വാസ് മേത്ത വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഹരിനായർ നിയമിക്കപ്പെടുന്നത്. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിതയാണ് ശ്രീപതി. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ആരാണ്? ശ്രീപതി. ശ്രീപതി ഏത് സംസ്ഥാനത്തു നിന്നാണ്? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനക്കാരിയാണ് ശ്രീപതി. അപ്പോൾ കാലപാശം ഒരു നോവൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്?
പ്രഭാവർമ്മയാണ് കാലപാശം ഒരു നോവൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൽപ്പറ്റ നാരായണനാണ് എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? PS ശ്രീധരൻപിള്ളയാണ് ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. സാഹിത്യകാരി സാറാ ജോസഫിൻ്റെ ഏറ്റവും വലിയ പുസ്തകമാണ് ലില്യപ്പ എന്നുള്ളത് സാഹിത്യകാരി സാറാ ജോസഫിൻ്റെ ഏറ്റവും വലിയ പുസ്തകമാണ്. നിലവിൽ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. വിശ്വാസ് മേത്ത വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഹരിനായർ നിയമിക്കപ്പെടുന്നത്. ആരാണ്? വിശ്വാസ് മേത്ത വിരമിക്കുന്ന ഒഴിവിലേക്ക്. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയാണ് ശ്രീപതി ഏത് നാട്ടുകാരിയാണ്? തമിഴ്നാട്ടുകാരിയാണ് ശ്രീപതി. സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആരാണ്? ജയന്തി കൃഷ്ണനാണ് സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ. ആരാണ്? ജയന്തി കൃഷ്ണനാണ് സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ. ആരാണ്? ജയന്തി കൃഷ്ണൻ. കേരള ബാങ്കിൻ്റെ CEO ആണ് ജോർട്ടി എം ചാക്കോ. കേരള ബാങ്കിൻ്റെ CEO ആരാണ്? ജോർട്ടി എം ചാക്കോ. ഈ കേരള ബാങ്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേരള ബാങ്കിൻ്റെ CEO ആരാണ്? ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിൻ്റെ പുതിയ CEO. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? KM എബ്രഹാമാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? KM എബ്രഹാമാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഫെബ്രുവരിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കരമനജയനാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഫെബ്രുവരിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഫെബ്രുവരിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കരമനജയനാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഫെബ്രുവരിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി. ഗഗൻയാൻ ബഹിരാകാശ യാത്രാ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന 4 പൈലറ്റുമാരിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും. അപ്പോൾ ഗഗൻയാൻ ബഹിരാകാശ യാത്രാ ദൗത്യത്തിൽ തയ്യാറാക്കുന്ന 4 പൈലറ്റുമാരിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? പാലക്കാട് നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അപ്പോൾ ഗഗൻയാൻ ബഹിരാകാശ യാത്രാ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന 4 പൈലറ്റുമാരിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ശുഭാംശു ശുക്ല, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് എന്നിവരാണ് മറ്റ് യാത്രികർ. അപ്പോൾ മറ്റ് യാത്രികർ ആരൊക്കെയാണ്? ശുഭാംശു ശുക്ല, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് എന്നിവരാണ് മറ്റ് യാത്രികർ. ആരൊക്കെയാണ് മറ്റ് യാത്രികൾ? ശുഭാംശു ശുക്ല, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് എന്നിവരാണ് മറ്റു യാത്രികർ. ഇവരുടെ എല്ലാവരുടെയും പേരുകൾ നിങ്ങൾ മനഃപ്പാഠമാക്കണം. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരുടെ പേരും മറ്റൊരു പേരും തന്നിട്ട് വേണമെങ്കിൽ PSC ചോദിക്കാം. ഇതിൽ അംഗമല്ലാത്തതാര്, അംഗമായതാര് എന്നൊക്കെ രീതിയിൽ PSC ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഗഗൻയാൻ ബഹിരാകാശ യാത്ര ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന 4 പൈലറ്റുമാരിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ശുഭാംശു ശുക്ല, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് എന്നിവരാണ് മറ്റ് യാത്രികർ.
നാവികസേനാ മേധാവിയായ ആദ്യത്തെ മലയാളിയാണ് ആർ ഹരികുമാർ. ആർ ഹരികുമാറാണ് നാവികസേനാ മേധാവിയായ ആദ്യത്തെ മലയാളി. അപ്പോൾ നാവികസേനാ മേധാവിയായ ആദ്യത്തെ മലയാളി ആരാണ്? ആർ ഹരികുമാർ. ആർ ഹരികുമാറാണ് നാവികസേനാ മേധാവിയായ ആദ്യത്തെ മലയാളി. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ജയന്തി കൃഷ്ണൻ നിയമിതയായി. കേരള ബാങ്കിൻ്റെ CEO ജോർട്ടി എം ചാക്കോ. ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്ക് CEO. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം. KM എബ്രഹാമാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഫെബ്രുവരിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കരമനജയൻ. കരമനജയനാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഫെബ്രുവരിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി. ഗഗൻയാൻ ബഹിരാകാശ യാത്രാ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന 4 പൈലറ്റുമാരിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ശുഭാംശു ശുക്ല, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് എന്നിവരാണ് മറ്റു യാത്രികർ. നാവികസേനാ മേധാവിയായ ആദ്യ മലയാളി ആർ ഹരികുമാർ. ആർ ഹരികുമാറാണ് നാവികസേനാ മേധാവിയായ ആദ്യത്തെ മലയാളി. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ആദ്യത്തെ ഡയറക്ടറായി എസ് ഉണ്ണികൃഷ്ണൻ നായർ. അപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരാണ്? എസ് ഉണ്ണികൃഷ്ണൻ നായർ. എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ആദ്യത്തെ ഡയറക്ടർ. എസ് ഉണ്ണികൃഷ്ണൻ നായർ. എസ് ഉണ്ണികൃഷ്ണൻ നായർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരാണ്? എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്താൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. കോടതികളിൽ ഫീസ് സംബന്ധിച്ച പഠനം നടത്താനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റി. ജസ്റ്റിസ് VK മോഹനനാണ് കോടതികളിൽ ഫീസ് സംബന്ധിച്ച പഠനം നടത്താൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് VK മോഹനൻ. ജസ്റ്റിസ് VK മോഹനൻ. 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് ജോൺ ബ്രിട്ടാസ്. അപ്പോൾ 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് ആണ് 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ജോൺ ബ്രിട്ടാസ് ആണ്. ലോക്മത് പുരസ്കാരം എന്തിനു നൽകുന്നതാണ്? മികച്ച പാർലമെൻറ്റേറിയന് നൽകുന്ന പുരസ്കാരമാണ് ലോക്മത് പുരസ്കാരം. 17ാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ച കേരളത്തിലെ MP ആരാണ്? NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രനാണ് 17ാം ലോകസഭയിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ച കേരളത്തിലെ MP ആരാണ്? NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രനാണ് 17ാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ച കേരളത്തിലെ MP. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഡയറക്ടറായി എസ് ഉണ്ണികൃഷ്ണൻ നായർ നിയമിതനായി. അപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരാണ്? എസ് ഉണ്ണികൃഷ്ണൻ നായർ. കോടതികളിൽ ഫീസ് സംബന്ധിച്ച പഠനം നടത്താൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റി. 2023
മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ജോൺ ബ്രിട്ടാസ്. ലോക്മത് പുരസ്കാരം എന്തിനു നൽകുന്നതാണ്? മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന അവാർഡാണ് ലോക്മത് പുരസ്കാരം. 17ാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ച കേരളത്തിലെ MP ആരാണ്? NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രനാണ് 17ാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ച കേരളത്തിലെ MP. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്ക്. അപ്പോൾ ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്ക്. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതി ഏതാണ്? നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ. നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ. ആ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്ക്. ഫ്രാൻസിൻ്റെ പരമോന്നത പുരസ്കാരമായ ലീജിയൻ ഓഫ് ഓണർ അല്ലെങ്കിൽ ഷെവലിയാർ ശശി തരൂർ MPക്ക് ലഭിച്ചു. ഷെവലിയാർ പുരസ്കാരം ലഭിച്ച MP ആരാണ്? ശശി തരൂർ MPക്കാണ് ഫ്രാൻസിൻ്റെ പരമോന്നത പുരസ്കാരമായ ലീജിയൻ ഓഫ് ഓണർ അല്ലെങ്കിൽ ഷെവലിയാർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ശശി തരൂർ MPക്കും ലഭിച്ചു. BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായതാരാണ്? ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനാണ് BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായത്. ആരാണ്? ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനാണ് BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായത്. ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നൽകുന്ന പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് അവാർഡ് സന്തോഷ് ശിവന് ലഭിച്ചു. അപ്പോൾ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് ശിവന്. സന്തോഷ് ശിവൻ ആരാണ്? പ്രശസ്ത സംവിധായകനും ക്യാമറാമാനുമാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നൽകുന്ന പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് അവാർഡ് സന്തോഷ് ശിവനാണ് ലഭിച്ചത്. അപ്പോൾ സന്തോഷ് ശിവൻ ലഭിച്ച അവാർഡ് ഏതാണ്? പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് അവാർഡ്. ഏത് ഫിലിം ഫെസ്റ്റിവലിലാണ് പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് അവാർഡ് നൽകുന്നത്? കാൻ ഫിലിം ഫെസ്റ്റിവലിൽ. അപ്പോൾ ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്ക് ലഭിച്ചു. ഫ്രാൻസിൻ്റെ പരമോന്നത പുരസ്കാരമായ ലീജിയൻ ഓഫ് ഓണർ അല്ലെങ്കിൽ ഷെവലിയാർ പദവി ശശി തരൂർ MPക്ക് ലഭിച്ചു. BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായതാരാണ്? ചെറുവയൽ രാമൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നൽകുന്ന പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് അവാർഡിന് അർഹനായതാരാണ്? സന്തോഷ് ശിവൻ. സന്തോഷ് ശിവനാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നൽകുന്ന പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് അവാർഡിന് അർഹനായത്. കാസർഗോഡ് ആരംഭിച്ച 36ാം കേരള ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യ അതിഥിയായി എത്തിയ നോബൽ പുരസ്കാര ജേതാവാരാണ്? മോർട്ടൻ പി മെൽഡന. മോർട്ടൻ പി മെൽഡനയാണ് കാസർഗോഡ് ആരംഭിച്ച 36ാം കേരള ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യ അതിഥിയായി എത്തിയ നോബൽ പുരസ്കാര ജേതാവ്. അപ്പോൾ ശാസ്ത്ര കോൺഗ്രസ് എവിടെയാണ്? കാസർഗോഡാണ്. എത്രാമത്തെ ശാസ്ത്ര കോൺഗ്രസ് ആണ്? 36ാമത്തെ. ആരാണ് എത്തിയത്? മോർട്ടൻ പി മെൽഡന. മോർട്ടൻ പി മെൽഡന ആരാണ്? നോബൽ പുരസ്കാര ജേതാവാണ്. അപ്പോൾ കാസർഗോഡ് ആരംഭിച്ച 36ാം ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യ അതിഥിയായി എത്തിയ നോബൽ പുരസ്കാര ജേതാവാണ് മോർട്ടൻ പി മെൽഡന. മോർട്ടൻ പി മെൽഡന. പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകനാണ് അതുൽ മോഹനൻ. അതുൽ മോഹനനല്ല, അതുൽ മോഹൻ. അപ്പോൾ പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മാവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ആരാണ്? അതുൽ മോഹൻ. അതുൽ മോഹനാണ്
പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മാവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ അതുൽ മോഹൻ. കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജനനി. അപ്പോൾ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ജനനിയാണ് കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജനനി. ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹതീരം. അപ്പോൾ സ്നേഹതീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. അപ്പോൾ സ്നേഹഹസ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പദ്ധതികളൊക്കെ PSC ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. മനസ്സിരുത്തി പഠിക്കുക. അപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. കാസർഗോഡ് ആരംഭിച്ച 36ാം ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യാതിഥിയായി എത്തിയ നോബൽ പുരസ്കാര ജേതാവാണ് മോർട്ടൻ പി മെൽഡന. പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മാവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകനാണ് അതുൽ മോഹൻ. കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജനനി. ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, കറണ്ട് അഫയേഴ്സ് 2024 ഫെബ്രുവരി എന്ന സെഗ്മെൻറ്റിലെ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും